നമ്മുടെ നാട്ടിലിപ്പോൾ സീസണൽ ഫ്രൂട്ടായിട്ടുള്ള മാങ്ങയുടെ ഒരു ഐസ്ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മാംഗോ ഐസ്ക്രീം വളരെ ടേസ്റ്റിയാണ്. നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ പേര് ലിസി കോരാക്കോടിയാട്ട്. ലിക്കോബ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഐസ്ക്രീമിന് വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ്. പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ്. ഇത് മിൽക്ക് മെയ്ഡ് ഞാൻ ഹോം മെയ്ഡാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. അടുത്തത് വേണ്ടത് ലൈം, നാരങ്ങ. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഒരു ചെറുതായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ നമുക്കൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് മാങ്ങയാണ്. മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നമുക്ക് അതും ഒന്ന് പ്യൂരിയാക്കി എടുക്കണം. അന്നേരം നമുക്ക് അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരു മാങ്ങയാണ്, ഒരു വലിപ്പമുള്ള മാങ്ങയാണ്, ഒരു 1/2 കിലോയോളം തൂക്കം വരുന്ന മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ മാങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്യൂരി നമുക്ക് ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് യോജിപ്പിക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനൊരു 4 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ്, ഞാനിതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ അറിയാത്തവർ അത് കയറി ഒന്ന് നോക്കിയാൽ മതി. ഇത് എല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തിൽ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കുന്നില്ല. മാങ്ങയുടെ ആ ഒരു കളർ മാത്രമേ നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് കഴിവതും കളറുകളൊന്നും ചേർക്കാതെ മാങ്ങ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കളർ ഇച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കഴിക്കാൻ കിട്ടും. ചിലപ്പം വീഡിയോയിൽ അത്ര കളറ് കിട്ടുന്നില്ലായിരിക്കാം, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മളുടെ മിക്സ് റെഡിയാണ്. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ചേർക്കാനുണ്ട്, നാരങ്ങ നീര്, ലൈം ജ്യൂസ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഐസ്ക്രീമിൻ്റെ ഡബ്ബ തന്നെയാണ്, അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. എങ്കിലും ഒരു 6 മുതൽ ഒരു 8 മണിക്കൂർ വരെ ഇതിരിക്കണം, എന്നാലേ അത് അതിൻ്റെ സെറ്റായി കിട്ടത്തുള്ളൂ. ഇന്നലെ തയ്യാറാക്കി വെച്ച ഐസ്ക്രീമാണ്. നല്ല ഭംഗിയായിട്ട് സെറ്റായി ഇരിക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് എടുക്കാം.
അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ മായം ചേരാത്ത സൂപ്പർ ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീം റെഡിയാണ്. കണ്ടിട്ട് കൊതി വരുന്നില്ലേ? എനിക്കും ഇഷ്ടമാണ് കഴിക്കാൻ. അന്നേരം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഇതുപോലുള്ള സീസണൽ ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടാനുസരണം കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.